ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റേറ്റ് ലെവലിൻ്റെ ട്രോഫി മേടിക്കാൻ പോകുന്നു. ഫസ്റ്റ് ആയതുകൊണ്ട് ഷൂ എന്തായാലും വരണം. സ്റ്റേറ്റ് ലെവൽ എന്തിൻ്റെ എക്സാം? എന്ത് സാധനം? സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാമിൻ്റെ ട്രോഫി കിട്ടാൻ പോവാണ്. അപ്പം നമുക്ക് ട്രോഫി കിട്ടും. വലിയതാ കിട്ടും. ഡിസ്ട്രിക്ട് ലെവലിനെക്കാളും വലുതാ കിട്ടും. ഡിസ്ട്രിക്ട് ലെവൽ ട്രോഫി കാണിച്ചു കൊടുത്താൽ ഡിസ്ട്രിക്ട് ലെവലിൽ ട്രോഫി കാണിച്ചില്ല. ഡിസ്ട്രിക്ട് ലെവലിൽ ട്രോഫി, പിന്നെ വേറെയും ട്രോഫികളൊക്കെ ഉണ്ട്. അത് സ്റ്റേറ്റ് ലെവലിൽ ട്രോഫി കിട്ടുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണിച്ചത് ഏതൊക്കെ ട്രോഫി എല്ലാം കാണിക്കാം. ഇപ്പൊ നമ്മുടെ ബസ് വരാറായി. 2-3 മിനിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ വാച്ച് കേട്ടാൻ പറഞ്ഞു. വാച്ച് കേട്ടേ. വാച്ച് എവിടെ? വാച്ച് എവിടെ? ഇതാ വാച്ച്. ഇത് അമ്മച്ചേച്ചി ബർത്ത്ഡേക്ക് മേടിച്ചതെന്നാണ്. ഇത് തൊട്ട അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ്, ഞങ്ങളുടെ എൻ്റെ സ്കൂൾ ബസ് ഇപ്പം വരും. എല്ലാവരും വാച്ച് കേട്ടു. ടീച്ചർ വാച്ച് കേട്ടിട്ടുണ്ടാവുന്നുണ്ട്, പക്ഷെ എല്ലാവരും വാച്ച് കിട്ടും. അപ്പോൾ ഞാൻ കിട്ടി. എല്ലാ ദിവസവും ഞാൻ കിട്ടും. പറഞ്ഞോ? അപ്പോൾ മറ്റേ ബാഗ് മേടിക്കാൻ പോകുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മൈക്കൊക്കെ മേടിച്ചത് സുബുവിൻ്റെ കയ്യിലും കൊണ്ടുവരണം. ഇത് എവിടുന്നാ മേടിച്ച്? ഇതാ വന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. ഇതാണ് എൻ്റെ ഫ്രണ്ട് അമ്പാടി. വൈകാന്നാണ് ശരിക്കത്തെ പേര്. ഇവളും എൻ്റെ അതേ ബസ്സിലെ പേര്. ഇവൾക്കും ഉണ്ടാ സ്റ്റേറ്റ് ലെവലിൻ്റെ ട്രോഫി. അപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ്സിൽ കയറാൻ പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് എപ്പോഴും കയറുക. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. സ്കൂൾ ബസ്സിൽ കയറുന്ന വീഡിയോ എപ്പോൾ കാണാം? ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. വീഡിയോ എടുക്കണം. ടൂറൊക്കെ വന്നു. അത് മറന്നതാണ്. രണ്ട് കണക്ക് പോലെ ഒന്ന് കാണിച്ചു കൊടുക്കും പിള്ളേരെ കൊണ്ട്. ഓറൽസ് നമുക്ക് ചോദിക്കാല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഓറൽസ് ചോദിക്കുമ്പോ പറയണമെന്നാണ് അറിയുന്നത്. അവർക്കൊന്ന് കാണണം പിള്ളേർ ചെയ്യുന്നേക്കാണ്. അവര് കണ്ടിട്ടില്ല. അബാക്കസ് കുറെ പേർക്ക് അറിയാലേ. കുറച്ചു പേർക്ക് അബാക്കസ് എന്താണെന്ന് അറിയാലോ. മാത്തമാറ്റിക്സിന്റെ കാൽക്കുലേഷനിലും മൈൻഡ് കാൽക്കുലേഷനിലും ചെയ്യുന്നതാണ് നമ്മൾ അബാക്കസ് ചെയ്യുന്നത്. ഇയാളെ കാണാറില്ലല്ലേ? പക്ഷെ ആള് നല്ല താരമാണ്. നന്നായിട്ട് ചെയ്തിട്ട് ഫോർത്തുകാരന്റെ ഒപ്പം എത്താറായി നിൽക്കുന്നുണ്ട് പോകുന്നു. ഞാൻ ടീച്ചർ പറയുന്നത് എങ്ങനെയാണ് ഓറൽസ് ചോദിക്കുന്നത്? നിങ്ങൾ ഇത്രയും പേരിന്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേജ് ഫിഗറൊക്കെ പോകണ്ടേ? നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് ചോദിക്കണോ പറയണമെന്നല്ല. ഇപ്പൊ പുറത്ത് കുറെ പേര് ഇരിക്കുമ്പോ ആ ഒരു വേദിയിൽ വെച്ച് പറയാനൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടേ? അപ്പൊ ഈ ചുണ്ടിങ്ങനെ പൂട്ടിപ്പിടിച്ച് ഇങ്ങനെയാണ് പഠിക്കണേ. ആള് പറഞ്ഞൂടെ? അതല്ല യെസ് എന്ന് പറയണം. ആണെന്താ പറയണേ? എല്ലാവരും അതൊന്നും തന്നെ സൗണ്ടില്ലെന്നാ പറയുന്നത്. ആണോ? അപ്പൊ ആരെങ്കിലും ആദ്യം ആൻസർ പറയാം. ഞാൻ ആഡ് ചെയ്യാൻ പറയാം അല്ലെ? ആരെങ്കിലും പറയും. എല്ലാവരും കൂടി പറയില്ലേ? പേടിയുണ്ടോ? പേടിയുണ്ടോ? ഇതിന് പേടിയൊക്കെ ഉണ്ട്. ദീക്ഷണത്തിന് ഭയങ്കര പേടിപ്പനി വരികയെന്ന് പറയുന്നത് എക്സാമിന്റെ സമയത്ത്. കനിയോടുകൂടി എന്നും എക്സാം set 0, add 2, add 2, add 5, less 4, add 2,
add 1, left 3, add 2, add 1, add 1, left 4, add 2, add 1, add 1, left 3. Answer is 6. എല്ലാവർക്കും കിട്ടിയോ? കേട്ടോ? ഇതൊന്ന് താഴെ. ഇതൊന്ന് പറയാ ആരെങ്കിലും? ഒന്ന് പറഞ്ഞ് മനസ്സിലാവുമോ? എനിക്ക് മനസ്സിലായില്ല. First rank. Ria, first rank. ഇനി നിങ്ങൾക്ക് ഇവിടെ പേരൻസിനെ നിർത്തി ടീച്ചറൊക്കെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫോണുണ്ടല്ലോ എടുക്കാം കേട്ടോ. Vaiga, second rank. Sia Fatima, second rank. Ayush, third rank. Naidigal. Third rank. ഇനി എല്ലാവരെയും നിർത്തുമോ? ഇനി നിങ്ങൾ നമ്മുടെ പുറത്ത് പോയിട്ടൊന്നുമില്ല. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അപ്പോഴേക്കും ഇപ്പോഴാണ് നാഷണൽ എക്സാം എഴുതിയതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അല്ല, എല്ലാവരും എഴുതിയത് വെയിറ്റിംഗ് ആണ് പാരന്റ്സ്. നാഷണൽ റിസൾട്ട് ജൂൺ 30, ജൂലൈ 1 ആയിട്ട് വരും. അത് നമുക്ക് ഓണത്തിന്റെ സമയത്ത് എല്ലാവരും വിളിച്ചിട്ട് നടത്താം കേട്ടോ. അതാണ് നമ്മുടെ ക്ലാസ്. ഇതാ വേദ, ഇതെന്റെ ഫ്രണ്ടാ വേദ. ബാക്കിയുള്ളവർക്ക് പോയാ. ഇത് ആദിനാഥ്, ഇത് ശ്രേയസ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇത് ശ്രേയസ്. പിന്നെ നമുക്ക് അറിയില്ല. ഇതാ ഇത് നീയ. അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്. അക്ഷര, ഇത് അക്ഷര. ആദിദേവ്. ബാക്കിയുള്ളവർക്ക് പോയി. സുഖ കുറച്ചേരം പോയിട്ടാ. എന്നിട്ടേ നമ്മുടെ സ്കൂള് ഇതാ
പിന്നെ ഇത് സ്കൂൾ ബസ്. സ്കൂള് വലിയ സ്കൂളാണെന്നൊന്നും പറയണ്ട. കുറേ ഇന്ന് ലൈബ്രറിയൊക്കെ തുറക്കാൻ പോകുന്ന ടീച്ചർ. സ്കൂൾ ചുറ്റും അപ്പുറത്ത് ITC ഒക്കെ ഉണ്ട്. അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. സ്കൂള് അവിടെ റൗണ്ട് അടിക്കാൻ പറ്റില്ല. അവിടെ മൊത്തം പൈനാപ്പിൾ തോട്ടമാണ്. കഴിഞ്ഞില്ല. സുബു ഇവിടെ. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് സുബു. ട്രോഫി. നമ്മൾ മുഖമൊക്കെ കാണാട്ടോ. ഫസ്റ്റാണ് സർട്ടിഫിക്കറ്റ്. ഇത് എല്ലാം വായിച്ച ഉണ്ടോ? അപ്പോൾ സുബു അത് പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. ട്രോഫി ആര് പിടിക്കും? ഞാൻ പിടിക്കാം. അപ്പോൾ ഫോൺ ആര് പിടിക്കും? ശരി. നമ്മൾ വീടെത്തി. ട്രോഫിയൊക്കെ വെറുതെ കിട്ടി. ഇത്രയും ട്രോഫി ഉണ്ട് ഇപ്പം എനിക്ക്. സുഖം പിടിക്കുക. എല്ലാം പരിചയപ്പെടുത്തിട്ട് ട്രോഫിയാണ് കാണിച്ചു തരാം. എല്ലാ ട്രോഫിയും. ഇതിവിടെ തേയ്പൂയത്തിന് ഡാൻസ് കളിച്ചിട്ട് കിട്ടിയത്. ഇത് ആനിവേഴ്സറിക്ക് ഡാൻസ് കളിച്ചിട്ട് കിട്ടിയത്. ഇത് സ്പോർട്സിന് സെക്കൻഡ് കിട്ടിയിട്ട് കിട്ടിയത്. പിന്നെ ലാസ്റ്റ് ഇത് ഡിസ്ട്രിക്ട് ലെവൽ അബാക്കസ് എക്സാം കിട്ടിയത്. ഇനി സ്റ്റേറ്റ് ലെവലിൻ്റെതാണ്. ഇതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൻ്റെ. ഇനി ഒരു ട്രോഫി കിട്ടാൻ പോവാണ്. ഇത് എന്തിനോ കിട്ടിയത്, ഞാൻ മറന്നു കിട്ടും. സ്പോർട്സിനാണ് തോന്നുന്നു. ഇത് എൻ്റെ 1ാം ക്ലാസ്സിലെ ഡാൻസിന് കിട്ടിയത്. ഇത് ഞാൻ മറ്റേ അക്ഷരമുറ്റ എഴുതാൻ പോയിട്ട് കിട്ടിയത്. ഇവിടെ മറ്റേ വടക്കാഞ്ചേരി പോയിട്ട് കിട്ടിയത്. ഇത് സ്പോർട്സിന് കിട്ടിയത്. ട്രോഫി ഉണ്ടല്ലോ. ഇത് സുബുവിനെ കിട്ടിയത് പൂവിട്ടിട്ട്. ഇത് അമ്മൂന്റെ ട്രോഫി. ഈ അച്ഛൻ്റെ ചേച്ചിൻ്റെ മകളുടെ. എനിക്ക് പൂ മറ്റേ ഈ സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചർ തന്നത്. അപ്പോൾ നമ്മുടെ ട്രോഫികൾ ഇനിയും ട്രോഫി വേട്ട ഇനിയും തുടരും. ഇനി ട്രോഫി ഒരു ട്രോഫി കിട്ടാൻ പോകുന്നുണ്ട്. ഇനി പിന്നെ ഞാൻ ഇനി നാഷണൽ ലെവലിന്റെ ഇത് കിട്ടും. പിന്നെ പഞ്ചായത്ത്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണല്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ലിറ്റിൽ ഫ്ലവറിൽ ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും. അല്ലെങ്കിൽ ഇല്ല. ഞാൻ ഉണ്ടാക്കിയ വീട് കാണിച്ചു കൊടുത്തില്ല. ഇത് ഞാനും സുബുവും കൂടി ഉണ്ടാക്കിയ വീട്. ഞാനും സുബുവും കൂടി ഉണ്ടാക്കിയ വീട്. ഇത് ജനല്. ഇത് വാളിലൊക്കെ തുറക്കി കൊടുക്കുക. ഈ ഗേറ്റ് തുറക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഈ സുബു പശ വെച്ചിട്ട് ഒട്ടിച്ചു. 2 നില വീടാണ് കേട്ടോ. ഇതിനുള്ള ബെഡ് ആൾക്കാർക്ക് വെക്കണം. ഇത് ഓട് പൊളിച്ചിട്ട് ഇതൊരു കാണാനില്ല. പിന്നെ ഇതെന്താ സാധനം അറിയോ? എല്ലാം നോക്കി സ്റ്റാർ വലിച്ചിരിക്കുന്ന പുക പോവാനുള്ള സാധനം. ഇവിടെ അടുപ്പ് ഇതാ. അപ്പോ അല്ല ഇതൊന്നുമില്ല, കാണാനില്ല. അവിടെ അടുപ്പ് വയ്ക്കാൻ പറ്റുന്നതുപോലെ അടുപ്പ് വയ്ക്കായിരിക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഒരു സാധനം കൂടി കാണിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. സൂപ്പർ. മറ്റേ ഈ സെലോ ടൈപ്പ് ഒരു മൂടിയും വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് താഴെ വീഴൊന്നുമില്ല. കാർഡ്ബോർഡിൽ പശ വെച്ച് ഒട്ടിച്ചിരിക്കുക. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് എന്നാണ്. എൻ്റെ ഫ്രണ്ടാണ് ഞാൻ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.